അപ്പോൾ ഗൈസ് എനിക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒരു പാർട്ട് വന്നിട്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് പാർട്ട്. ഇത് വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ചലഞ്ച് തന്നായിരുന്നു, അത് നിങ്ങൾ ചെയ്തെങ്കിൽ ഒരു ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഏത് കട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും ഒരു കട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുക ഇതൊരു കട്ടാണ്. അത് ഞാൻ പറയത്തില്ല, ഞാൻ ഓപ്ഷൻ പറഞ്ഞു. ഗേൾ സ്റ്റൈല്, ബോയ് സ്റ്റൈൽ, ഇതിലേത് കട്ടാണ്? നിങ്ങൾക്ക് ഇതിലെ ഏത് കട്ടാണ് ഇഷ്ടപ്പെട്ടത്? ഇത് ഗേൾ സ്റ്റൈൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ചലഞ്ച് വന്നത് ഞാൻ ഇതുവരെയായിട്ട് ചലഞ്ച് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ രാത്രിയൊന്നും വീഡിയോ ഇതാക്കുന്നുണ്ട്. എനിക്ക് പാട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പെൻസ് എടുക്കണം, റൈസർ വേണം, പിന്നെ ഇതൊക്കെ നോക്കത്തില്ല. അപ്പം ഇപ്പോൾ എടുത്തു. അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കും, ലൈക്ക് ഷെയർ ചെയ്യും, അതിനോട്ട് പറയും. നിങ്ങൾക്ക് റെയിൻബോ കളറിലെ ഏത് കളറാണ് ഏറ്റവും ഇഷ്ടം? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. റെയിൻബോ കളറിൽ ഏത് കളറാണ്? റെഡാണോ, ഓറഞ്ചാണോ, യെല്ലോ? 7 കളറുണ്ട്, അതിൽ ഏത് കളർ? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ. കുറേ കളറുണ്ട്. ഏതൊക്കെ കളറുണ്ട്? കുറേ ഉണ്ട്, എനിക്കറിയത്തില്ല. കുറച്ചൊക്കെ എനിക്കറിയാം, അതൊക്കെ പറയാം. റെയിൻബോ കളേഴ്സാണ് കുറച്ച്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്, പിങ്ക്, പർപ്പിൾ, ബ്രൗൺ, സ്കിൻ പർപ്പിൾ, ബ്ലാക്ക് പർപ്പിളാണ്. എനിക്ക് ഇത്ര ഉണ്ട്. ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ അങ്ങനെയൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉണ്ട്, എന്നാലും അത്രയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ല. റെയിൻബോൻ്റെ 7 കളറേ ഉള്ളൂ, കുറച്ച് കളറുണ്ട്. അത് പറയാനുണ്ട്. റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്, അല്ലെങ്കിൽ പർപ്പിൾ എന്നും പറയും. എന്താ വിശേഷം? ഇപ്പോഴാണെങ്കിൽ ബോറടിച്ചിട്ട് വയ്യ. ഞാൻ എന്താണെന്ന് വിചാരിക്കാം, കുറച്ച് ദിവസമായിട്ട് ഇപ്പം പക്ഷിപ്പനി ആയതുകൊണ്ട് നമുക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതാണെങ്കിൽ അത് കുട്ടികൾക്കെല്ലാം പകർന്ന് ഇതെല്ലാം ചെയ്ത് സ്കൂളും 1 മാസം അടച്ചിട്ടുണ്ട് വരും. അപ്പോൾ ഗൈസ്, അപ്പം പഠിക്കാൻ നോക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നലെയും ഇന്നും ഒക്കെ അവധിയാണ്. ഇന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു. ട്യൂസ്ഡേ എനിക്കറിയാം അവധിയായിരുന്നു. ട്യൂസ്ഡേ, മൺഡേ, സാറ്റർഡേ, സൺഡേ, ഫ്രൈഡേ, ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഫ്രൈഡേ, പിന്നെ സാറ്റർഡേ, സൺഡേ. ഇപ്പോൾ എത്ര ദിവസം? 8, 7. ഇപ്പോൾ പക്ഷിപ്പനി ആയതുകൊണ്ട് എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ മാസ്ക് ഇട്ടിട്ടേ പോവും. നിങ്ങളുടെ വീട്ടിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ഒന്ന് അടച്ചാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ
നമ്മുടെ സ്കൂളിൽ ക്ലാസ്സൊക്കെ എടുക്കാറാണ്. ഇപ്പം മൺഡേ സ്കൂളുണ്ടോയെന്ന് അറിയത്തില്ല. എനിക്കിപ്പോൾ പനി തുടങ്ങി. ആർക്കറിയാം തുടങ്ങി പനി തുടങ്ങിയോന്ന് വെച്ചാൽ തുടങ്ങി. അറിയത്തില്ല ഗൈസ്, എനിക്ക് പനി തുടങ്ങിയില്ലേ. അമ്മച്ചി എനിക്ക് കുറേ മരുന്ന് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണും. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ അവരേലുണ്ടല്ലോ, അവരേല് പിഴിക്കാൻ സ്റ്റൗ ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് ഇതാക്കിയിട്ട് അത് പിഴിയണം. പിഴിഞ്ഞിട്ട് ആ ചാറ് കിട്ടുമല്ലോ, ആ ചാറ് വെച്ചിട്ട് കുറച്ച് ഇച്ചിരി തേൻ ഒഴിച്ചിട്ട് പിന്നെ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മതി. ഇച്ചിരി ഇതാക്കിയിട്ട് പിടിച്ചാൽ മതി. അപ്പം മാറണം. ഇന്ന് തന്നില്ല കേട്ടോ, അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് വരും. അപ്പം ഇതാണ് അവസ്ഥ. ഇനി പറയാനൊന്നും പനിയോ ചുമയോ എന്തെങ്കിലും വന്നു ആശുപത്രി പോകണം.